യേശുവിന്റെ സ്നേഹമാണ് ഇന്ന് നോക്കിയ 33 ദിവസം. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന നോമ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ്. നോമ്പ് എന്നത് നമുക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോമ്പിന്റെ യുഗമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വെടിഞ്ഞ് നമ്മുടെ പല തെറ്റുകൾ തിരുത്തി പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ നോമ്പിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കും. പൂർവ്വ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്ന പാരമ്പര്യവും പൈതൃകവും മനസ്സിലാക്കി വേണം ഈ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ സഭയായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അടിപ്പിണരാനുള്ള സൗഖ്യം എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40 മുതൽ 57 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഇവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ബെഥാനിയയിൽ യേശു സ്നേഹിച്ച കുടുംബമായിരുന്നു ലാസറും മാർത്തയും മറിയയും സഹോദരനും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവമാണ്. കാരണം കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എന്താണ് അന്തർഫലത്തിൽ സംഭവിക്കുന്നത്? ലാസർ മരിച്ചു പോവുകയാണ്. ഇതൊരു ദൈവിക ശിക്ഷയോ ദൈവിക കോപമായോ കരുതേണ്ടതില്ല. കാരണം ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. ഈ ദുഃഖങ്ങളെ ദൈവം എങ്ങനെ സന്തോഷമുള്ളതാക്കി മാറ്റും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവിക പദ്ധതി എങ്ങനെ വെളിപ്പെടും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ വിളിച്ച ദൈവം വിശ്വസിച്ച് അവൻ അന്ത്യം വരെ നമ്മളെ വഴി നടത്തും. പ്രതിസന്ധികളിൽ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും. ഇവിടെ ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് യേശുവിനെ അറിയിച്ചത് മാർത്തയും മറിയയുമായിരുന്നു. നിരപ്രിയനായ ദീനമായി കിടക്കുന്നുവെന്ന് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ യേശു അവിടെ പോകുന്നില്ല. ഒരു പക്ഷേ യേശുവിന്റെ ഒരു വാക്ക് കൽപ്പിച്ച് ലാസറിനെ സൗഖ്യമാക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. കാരണം ദൈവിക പദ്ധതിക്ക് അതിൻ്റെതായ സമയമുണ്ട്. കുറച്ച് വലിയാണെങ്കിലും അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ളൊരു മറുപടി ദൈവം അവർക്ക് കൊടുക്കും. ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. പക്ഷേ വലിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനായ ഒരു ഉത്തരം ദൈവം. പിന്നീട് യേശു വരെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. യേശു വരുമെന്നറിഞ്ഞ് മാർത്ത ഓടി യേശുവിന്റെ അരികിലേക്ക് ചെല്ലും. ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ദുഃഖത്തിൽ ഇരുന്നിട്ടും യേശു വരും എന്നറിഞ്ഞ് സഹോദരിമാർ അവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അതിൽ ദൈവത്തിലുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. ഈ സഹോദരിമാരുടെ വിശ്വാസമായിരുന്നു അവരുടെ കുടുംബത്തിൽ സൗഖ്യത്തിന് കാരണമായി തീർന്നത്. 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ കല്ലറക്കരികിലേക്ക് യേശു ചെല്ലുകയാണ്. ദുർഗന്ധം വഹിക്കുന്നു എന്ന മുന്നറിയിപ്പുകളെ ഒഴിവാക്കി കല്ലറയുടെ വാതിൽ തുറന്ന് യേശു പറയും, ലാസറെ കൊണ്ടുവരിക. പാട്ടുകാരൻ പാടിയതുപോലെ വിശ്വസിച്ചാൽ നാം ദൈവത്തിന് മുറ്റം കാണും. ലാസർ പുറത്തു വന്നു. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്നു. മാർത്തയും മറിയയും സഹോദരിമാരെ പോലെ ദൈവത്തിന്റെ അടിയെക്കുറിച്ചുള്ള വിശ്വാസമുള്ളവരായി ജീവിക്കാൻ നമുക്ക് ഇടയാവണം. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ സൗഖ്യത്തിനായി, നമ്മുടെ വീണ്ടെടുപ്പിൽ മുഖാന്തരമായി. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നെ മറക്കാതിരിക്കാൻ എനിക്ക് വേദനകൾ നൽകണമേ. ദൈവമേ, നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ മാത്രം എനിക്ക് അനുഗ്രഹം നൽകണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.